വളരെ സുപ്രധാനമായ ഒരു വാർത്തയാണ് റഷ്യയിൽ നിന്ന് എത്തുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലേക്ക് എത്തുന്നു. ഈ വർഷം സെപ്റ്റംബർ മാസത്തോടുകൂടി പുടിൻ ഇന്ത്യയിലേക്ക് എത്തും എന്നുള്ളതാണ്. ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് പുടിൻ എത്തുന്നത്. ലോക നേതാക്കളെല്ലാം തന്നെ അതിൽ പങ്കെടുക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് എന്ത് പ്രാധാന്യമാണ് പുടിൻ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ ദിവസം റഷ്യ പറഞ്ഞത് ഏത് പ്രതിസന്ധി വന്നാലും ഇന്ത്യക്ക് എണ്ണയും ഗ്യാസും തങ്ങൾ എത്തിച്ചു നൽകിയിരിക്കും എന്നൊരു വാക്ക് ഇന്നലെ റഷ്യ പറഞ്ഞിരുന്നു. അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ പുറത്തുവരുന്ന വിവരം, റഷ്യയുടെ ചില ഉദ്യോഗസ്ഥർ പറഞ്ഞ വിവരമനുസരിച്ച് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് S-400, അതായത് ഇന്ത്യക്ക് നൽകാനുള്ള S-400 എത്രയും പെട്ടെന്ന് നൽകും. കൂടാതെ കൂടുതൽ S-400 എത്തിക്കും. Su-57 എന്ന ആധുനിക വിമാനം, അതിന് ഏകദേശം കരാറിന് ധാരണയായിട്ടുണ്ട്. ആ കരാറും ഈ വരവിൽ തന്നെ ഒപ്പുവെക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് വ്ളാഡിമിർ പുടിൻ ഇവിടെ എത്തിയത്. അന്ന് ഈ കരാറിന്റെ ഭാഗമായി ഇപ്പോഴുള്ള വ്യാപാരം റൂബിൾ, അതായത് ഇന്ത്യൻ രൂപയിലും റൂബിളിലും ആയിരിക്കും എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ അത്തരത്തിലാണ് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത് എന്നാണ് റഷ്യ അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ രൂപയിലും റഷ്യയുടെ റൂബിളിലുമാണ് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യാപാരം നടത്തുന്നത്. കൂടുതൽ ബിസിനസ്സുകളെ ഞങ്ങൾ ഇന്ത്യയിൽ നിന്നും ക്ഷണിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ നിന്നുള്ള വസ്ത്രങ്ങൾ, ഫാർമസി ഉൽപ്പന്നങ്ങൾ, ഇതിനെല്ലാം തങ്ങൾക്ക് ആവശ്യമുണ്ട്. അത് കൂടുതൽ കയറ്റി അയക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യയെന്നും കൂടുതൽ അത് മാത്രവുമല്ല, ഈ ബ്രിക്സ് ഉച്ചകോടിക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഈ ബ്രിക്സ് രാജ്യങ്ങൾക്കിടയിൽ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ പരസ്പരം സഹകരിക്കും. അതായത് 20ഓളം രാജ്യങ്ങളുണ്ട്. അതായത് പെർമനന്റ് ആയിട്ടുള്ള അംഗങ്ങളുണ്ട്, പിന്നെ താൽക്കാലികമായിട്ടുള്ള ക്ഷണിതാക്കളുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി 20 രാജ്യങ്ങളുണ്ട്. 20 രാജ്യങ്ങൾക്കും ആവശ്യമായ പ്രതിരോധ ശേഷി, ഒപ്പം തന്നെ AI ടെക്നോളജി, ഇവ പരസ്പരം കൈമാറും. പ്രത്യേകിച്ച് പല രാജ്യങ്ങളെയും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് എന്ന് പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ ഒരു പ്രസ്താവന വ്ളാഡിമിർ പുടിൻ നടത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.